Good morning. നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവാണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ് സബ്ജക്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏകദേശം ഒരു 6 to 7 മാർക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സെഷനാണിത്. സോ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തന്നിരിക്കുന്ന സിസ്റ്റം ഏത് തരത്തിലുള്ള സിസ്റ്റമാണ്. ലീനിയർ ടൈം ഇൻവേരിയന്റ് ആണോ, ലീനിയർ ആണോ, അല്ലെങ്കിൽ കോസൽ ആണോ, അല്ലെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ആണോ, ഓഡ് ഫംഗ്ഷൻ, അങ്ങനെ എനർജി സിഗ്നൽ ആണോ, പവർ സിഗ്നൽ ആണോ. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ട് ഒരു സിഗ്നൽ തന്നിട്ട് ഒരുപാട് ഓപ്ഷൻസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ അല്ലാതെ ഇതിനകത്ത് തന്നെ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, ഇസഡ് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇതിനകത്ത് ഇപ്പം മിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതിപ്പം പാർട്ട് 1 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ടൈം ടു ടൈം നമുക്ക് പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഫേസ് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷർമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ DC മെഷീൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവാണ്. സോ ഇത് എന്താണ് ഒരു സിസ്റ്റം, എന്താണ് ഒരു സിഗ്നൽ, ഇത് അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മീനിങ് ഫുൾ ഇന്റർകണക്ഷൻ ഓഫ് എന്തായിരിക്കും ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കമ്പോണന്റ്സ്. ഇതിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കി, ഏതൊരു സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മീനിങ് ഫുൾ ഇന്റർകണക്ഷൻ ഓഫ് it is system is nothing but the meaningful interconnection of that physical devices and components. ഇതിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒരു സിസ്റ്റം? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം, ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നമുക്കറിയാം. റെസിസ്റ്റർ ഉണ്ടാവും, കപ്പാസിറ്റർ ഉണ്ടാവും, പിന്നെ നമ്മുടെ കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും, പിന്നെന്തായിരിക്കും ബ്രെഡ് ബോർഡ് ഉണ്ടാവും അല്ലെ. അപ്പോഴത്തേക്ക് ഈ 4 കമ്പോണൻസിനെ, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണക്റ്റിംഗ് വയർ, ബ്രെഡ് ബോർഡ്, ഇതിനെ നമ്മളൊരു മീനിങ് ഫുൾ ആയിട്ട് ഇന്റർകണക്ട് ചെയ്യാണ്. എങ്ങനെ ആയിരിക്കും? ഒരു റെസിസ്റ്റൻസ് വെച്ചു, ആ റെസിസ്റ്റൻസിന് പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ വെച്ചു, ബ്രെഡ് ബോർഡിൽ വെച്ചു, കണക്റ്റിംഗ് വയേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇന്റർകണക്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? VI of t എന്ന് പറയുന്ന ഇൻപുട്ട് ആണ്. V0 of t എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ആണ്. ഈ 4 കമ്പോണൻസിനെ നമ്മളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇന്റർകണക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കിട്ടി. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എന്തായിരിക്കും മീനിങ് ഫുൾ ഇന്റർകണക്ഷൻ ഓഫ് ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് കമ്പോണൻസ്. അതിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വേ ഓഫ് ഇന്റർകണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ അല്ലെ. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ചു, കപ്പാസിറ്റർ എന്ത് ചെയ്തു? കപ്പാസിറ്ററും ആ ഒരു കപ്പാസിറ്റൻസ് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ വേ ഓഫ് ഇന്റർകണക്റ്റിംഗ് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസിന്റെ മീനിങ് ഫുൾ മാനർ ഇറ്റ് ഈസ് കാൾഡ് എ സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. VI of t എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ ആണ്. V of t എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഔട്ട്പുട്ട് സിഗ്നൽ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഹാവിംഗ് സം ഡിസൈർഡ് ക്വാളിറ്റി വെൻ പാസിംഗ് ത്രൂ ദ സിസ്റ്റം അല്ലെ. ഈ സിഗ്നല് നമ്മൾ ഈ സിസ്റ്റത്തിൽ കൂടി പാസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ദ ഔട്ട്പുട്ട് ഹാവിംഗ് സം ഡിസൈർഡ് ക്വാളിറ്റി വെൻ പാസിംഗ് ത്രൂ ദ സിസ്റ്റം. അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു സിഗ്നൽ വേണം. Therefore, the system cannot be work without a signal. First point, a system cannot work without a signal. So അപ്പൊ ചോദിക്കും എന്താണ് സിഗ്നൽ എന്ന് പറയുന്നത്? സിഗ്നൽ ഈസ് നത്തിങ് ബട്ട് എനി ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഹാവിംഗ് സം ഇൻഫർമേഷൻ. ഇതിനാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. എനി ക്വാണ്ടിറ്റി ഹാവിംഗ് സം ഇൻഫർമേഷൻ, it is nothing but a signal. അപ്പൊ ആ ഇൻഫർമേഷൻ എവിടെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് stored in the ഇതായിരിക്കും each and every frequency component. The information is present at each and every frequency component എന്ന് പറയാൻ പറ്റും. ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി കമ്പോണന്റിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ ഇൻഫർമേഷൻസ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. സോ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് മീനിങ് system is nothing but a meaningful interconnection of physical device and components. ഓർത്ത് വെക്കുക. ലോ പാസ് ഫിൽറ്റർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് എന്തായിരിക്കും? റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണക്റ്റിംഗ് വയർ, ബ്രെഡ് ബോർഡ്. ഇതിനൊരു മീനിങ്ഫുൾ രീതി നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സിസ്റ്റം കിട്ടും. ആ സിസ്റ്റം എന്തായിരിക്കും? അത് ലോ പാസ് ഫിൽറ്റർ ആണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ആ ഔട്ട്പുട്ട് when a signal is passes through that system, the output having some desired quality എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഇതാണ് നമ്മളുടെ സിസ്റ്റത്തിനുള്ള ജനറൽ ആയിട്ടുള്ള എന്തായിരിക്കും ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് പോവാം.
സിലബസിൽ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന പറഞ്ഞ ബേസിക് സിഗ്നൽസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് സിഗ്നൽസ്. നെക്സ്റ്റ് ഈസ് നമുക്ക് അടുത്തപ്പോൾ ബേസിക് സിഗ്നൽസ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഫസ്റ്റ് എന്തായിരിക്കും? ഇമ്പൾസ് സിഗ്നൽ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സിഗ്നൽസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് ടി വെച്ചിട്ടാണ്. ഡെൽ ഓഫ് ടി അല്ലെ, ഡെൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു 0. ഡെൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 വെൻ ടി നോട്ട് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഞാൻ ഈ ടിയെ ഞാൻ പറയുന്ന ഒരു വാക്കാണ് ഓഗ്മെന്റ് എന്നാണ് ഞാൻ മുതൽ പറയാൻ പോകുന്നത്. ഈ ഇതിന് നമ്മൾ എന്താ പറയും? ഓഗ്മെന്റ്. That is del of t is equal, that signal is equal to 0 when augment not equal to 0. And when del of t is not equal to 0, that means when t augment is equal to 0. That means ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഡെൽ ഓഫ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണെങ്കിൽ ഏരിയ അണ്ടർ ദ ഇമ്പൾസ് സിഗ്നൽ ഈസ് ഈക്വൽ ടു 1. അപ്പോഴാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഇമ്പൾസ് സിഗ്നലാണ് ഞാനിങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് ജനറൽ ആയിട്ടുള്ള ഇമ്പൾസ് സിഗ്നലിന്റെ ഇതായിരിക്കും ഡെഫിനിഷൻ ആയി കൊടുത്തിരിക്കുന്നത്. ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 വെൻ ടി നോട്ട് ഈക്വൽ ടു 0 അല്ലെ. ഡെൽ ഓഫ് ടിക്ക് ഒരു വാല്യൂ ഉണ്ടാവും എപ്പോഴായിരിക്കും? ദാറ്റ് മീൻസ് ഡെൽ ഓഫ് ടി ഇമ്പൾസ് സിഗ്നൽ ഈസ് ഹാവിംഗ് ദ വാല്യൂ വെൻ ടി ഈസ് ഈക്വൽ ടു 0. അത് എത്ര ആവാം? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഈ ഡെൽ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ദിസ് ഇമ്പൾസ് സിഗ്നൽ ഹാവിംഗ് സം വാല്യൂ. അപ്പൊ അതായിരിക്കും, അത് ചിലപ്പോൾ 1 ആവാം, അറിയത്തില്ല നമുക്ക് അല്ലെ. അപ്പം അത് 1 ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് കാൾഡ് നത്തിങ് ബട്ട് എ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ദെൻ ഡെൽ ഓഫ് ഇന്റഗ്രൽ ഫ്രം -∞ ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു 1 എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ നോക്കിയേ, നമുക്കിതിനകത്ത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ദെൻ അടുത്ത് നമ്മൾ നോക്കി ഡെൽ ഓഫ് ടി -2 എങ്ങനെ ആയിരിക്കും വരിക? വാട്ട് ഈസ് ഡെൽ ഓഫ് ടി -2? ഡെൽ ഓഫ് ടി -2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ഇതായിരിക്കും ഡെൽ ഓഫ് ടി -2 ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തുള്ളത്? ഡെൽ ഓഫ് ടിക്ക് വാല്യൂ ഉള്ളത് അല്ലെ. അല്ല, ആ ഡെൽ ഓഫ് ടി വെൻ ടി നോട്ട് ഈക്വൽ ടു 0 ആവുന്ന സമയത്തായിരിക്കും ഡെൽ ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് വെൻ ഓഗ്മെന്റ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? ഡെൽ ഓഫ് ടിക്ക് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ദെയർഫോർ എന്തായിരിക്കും? ദെയർഫോർ ഡെൽ ഓഫ് ടി -2 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? t -2. Therefore augment is equal to 0 കൊടുക്കുക അല്ലെ. augment എത്ര? t -2. when t -2 is equal to 0 എന്തായിരിക്കും? t is equal to 2. ആ t is equal to 2 എന്തായിരിക്കും? t -2 is equal to 0 അല്ലെ. t is equal to, therefore ആ സമയം എന്തായിരിക്കും? del of t not equal to del of t -2 not equal to 0 അല്ലെ. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് ഓർത്ത് വയ്ക്കുക, the augment is equal to 0 ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ഡെൽ ഓഫ് ടിക്ക് വാല്യൂ ഉള്ളത് നമുക്ക് കാര്യത്തിൽ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കിയപ്പോൾ ഡെൽ ഓഫ് ടി +2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം ഡെൽ ഓഫ് ടി -2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ആ സിഗ്നൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ടി ഈസ് ഈക്വൽ ടു 2 ആവുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തുള്ളത്? വാല്യൂ ഉള്ളത് അല്ലെ. അപ്പൊ ഇത് 0, ഇത് ടി ഈസ് ഈക്വൽ ടു 1, എന്തായിരിക്കും? ഇത് ടി ഈസ് ഈക്വൽ ടു 2, ഇത് -1 -2. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 2 ഉള്ളപ്പോഴത്തേക്കായിരിക്കും നമുക്ക് എന്തുള്ളത്? ആ സിഗ്നലിന് വാല്യൂ ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത എന്തായിരിക്കും? നെക്സ്റ്റ് നോക്കിയാൽ ഡെൽ ഓഫ് ടി +2 എന്തായിരിക്കും വരിക? del of t +2 നമുക്കറിയാം എങ്ങനെയാണ്? the value of the impulse signal not equal to 0 when എന്തായിരിക്കും? augment t is equal to 0. ഇവിടുത്തെ augment എത്ര? t +2 അല്ലെ. therefore t + t is equal to 0. അപ്പൊ t എന്തായിരിക്കും? t is equal to -2. അപ്പൊ ഈ del of t +2 എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇത് 0 ആണെങ്കിൽ ഇത് 1, ഇതെന്തായിരിക്കും? ഇത് 2, എന്തായിരിക്കും? ഇത് -1, ഇത് -2. സോ ഈ -2 ആയിരിക്കും നമുക്ക് എന്തുള്ളത്? നമുക്ക് ഡെൽ ഓഫ് ടി +2 എന്ന് പറയുന്ന സിഗ്നലിന്റെ എക്സിസ്റ്റൻസ് ഉള്ളത്. അപ്പോ ഓർത്ത് വെക്കുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈം സ്കെയിലിംഗ്, ടൈം ഷിഫ്റ്റിംഗ് ആക്സിസ്, അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഓർത്ത് വെക്കുക. ഡെൽ ഓഫ് ടി -2 എന്ന് പറഞ്ഞ ഇമ്പൾസ് സിഗ്നൽ ആണെങ്കിൽ സിഗ്നൽ എക്സിസ്റ്റ് ആയിട്ട് ടി ഈസ് ഈക്വൽ ടു 2 അല്ലെ. കാര്യം ഇമ്പൾസ് സിഗ്നൽ ഒരു വാല്യൂ വേണമെങ്കിൽ ഇതായിരിക്കണം? ഓഗ്മെന്റ് ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലെ. അത് ഓർത്ത് വയ്ക്കുക. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതാൻ പോവുകയാണ്. എന്തായിരിക്കും? ഇമ്പൾസ് സിഗ്നൽസ് ആർ എക്സിസ്റ്റ് വെൻ ഓഗ്മെന്റ് ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഒബ്സർവേഷൻ,
impulse signal exists when augment is equal to 0. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പൾസ് സിഗ്നൽ ആണ്. ഫസ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ്, നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പൾസ് സിഗ്നൽസ്. Properties of impulse signal. So properties of impulse signal. First property, any signal, an x of t എന്ന് പറഞ്ഞ സിഗ്നൽ എടുക്കുകയാണ്. Any signal multiplied by impulse signal into del of t. എന്തായിരിക്കും വരിക? Any signal x of t എന്ന് പറയുന്ന ഏതൊരു സിഗ്നലിനെയും ഞാൻ ഇമ്പൾസ് സിഗ്നൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് ആൻസർ ആയിരിക്കും വരിക. The value of the signal at t is equal to 0, x of naught into del of t. X of naught into del of t. Property number 1. Any signal x of t into del of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? x of naught into del of t. അപ്പൊ നമുക്ക് അതായത് ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് x of t എന്ന് വിചാരിക്കുക. x of t എന്ന് പറയുന്നത് x of t 0, it is -3, it is 3, sorry, it's +3, it is -3, and it is having signal amplitude 3. Okay, then into the del of t. Del of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? x of t, this is the x of t. ഈ x of t ഞാൻ del of t എന്ന് പറഞ്ഞ ഇമ്പൾസ് സിഗ്നൽ വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എനിക്ക് ആൻസർ കിട്ടുന്നത്? ദാറ്റ് മീൻസ് എന്തായിരിക്കും? x of 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 3 അല്ലേ? 0യിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര? 3 into del of t. That means any signal when multiplied with impulse signal is equal to the value of the signal at t is equal to 0. എത്ര? 3 അല്ലേ? into del of t. ഓർത്ത് വയ്ക്കുക. Then what is second property? X of t into del of t is equal to x of naught into del of t. അല്ലേ? Then x of t into del of t minus t naught is equal to x of t into del of t minus t naught is equal to എന്തായിരിക്കും? x of t naught. മൂന്നാമത്തെ പ്രോപ്പർട്ടി, x of t into del of t plus t naught is equal to എന്തായിരിക്കും വരിക? is x of minus t naught. കാര്യം നമുക്ക് നോക്കണം എന്തായിരിക്കും? del of 0 ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് ഈ del of 0 ആവുന്ന സമയത്ത് ഇമ്പൾസ് എന്തായിരിക്കും? നമ്മൾ 1 ആക്കാൻ നോക്കണം. അങ്ങനെ ഓർത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടും x of minus t naught അല്ലെ? നാലാമത്തായിരിക്കും ഫോർത്ത് പ്രോപ്പർട്ടി, ഇന്റഗ്രൽ ഫ്രം -infinity to infinity x of t into del of t dt is equal to എങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ഫ്രം -infinity to infinity x of t into del of t dt. നമ്മൾ ഈ പഠിച്ച പ്രോപ്പർട്ടി എന്താ? ഫസ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് x of t into del of t നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബൈ പ്രോപ്പർട്ടി 1 അല്ലെ? ഇന്റഗ്രൽ ഫ്രം -infinity to infinity എന്തായിരിക്കും? ബൈ പ്രോപ്പർട്ടി 1 അനുസരിച്ച് നമുക്ക് x of naught into del of t അല്ലെ? del of t നമുക്ക് എഴുതാൻ പറ്റും ബൈ എന്തായിരിക്കും? ബൈ പ്രോപ്പർട്ടി 1 അല്ലെ? എന്തായിരിക്കും? എക്സ് ഓഫ് നോട്ട് നമുക്ക് കോൺസ്റ്റന്റ് പുറത്തെടുത്ത് നമുക്ക് എന്താ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് നോട്ട് ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം -infinity to infinity del of t dt. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്തായിരിക്കും? ഏരിയ അണ്ടർ ദ ഇമ്പൾസ് സിഗ്നൽ del of t dt is equal to എന്തായിരിക്കും? 1 ആണ്. therefore that is equal to എന്തായിരിക്കും? that is nothing but x of naught. because എന്തായിരിക്കും? ഇന്റഗ്രൽ ഫ്രം -infinity to infinity del of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? it is nothing but 1 അല്ലെ? because the area under the impulse signal is 1. This is the fourth property. Then ഇതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ഫിഫ്ത്ത് പ്രോപ്പർട്ടി നോക്കിയേ. പ്രോപ്പർട്ടി നമ്പർ 5, ഇന്റഗ്രൽ ഫ്രം -infinity to infinity x of t into del of t minus t naught dt എന്തായിരിക്കും വരിക? that is equal to x of t naught അല്ലെ? സിക്സ് പ്രോപ്പർട്ടി, ഇന്റഗ്രൽ ഫ്രം -infinity to infinity x of t into del of t plus t naught into dt that is equal to എന്തായിരിക്കും വരിക? that is equal to x of minus t naught അല്ലെ? then seventh property, ഏഴാമത്തെ പ്രോപ്പർട്ടി എന്താ? del of
minus t is equal to എന്തായിരിക്കും del of t. So we can conclude that impulse signal is an even signal. Therefore, impulse signal is an even signal. അല്ലേ? Then, what is the eighth property? Del of at is equal to 1 by a 1 by modulus of a into del of t. So ഈ ഒരു 8 പ്രോപ്പർട്ടി നമ്മൾ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 2 ഉം 3 നമ്മൾ എഴുതിയത് അല്ലേ? x of t del of t is equal to x of t del of t is equal to x of 0 into del of t അല്ലേ? അതിനെ ബേസ് ചെയ്തിട്ട് 2 ഉം 3 നമ്മൾ എഴുതി. ഫോർത്ത് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ 5 ഉം 6 പ്രോപ്പർട്ടി നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 7 8 ഈ 8 പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഇതൊക്കെ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഫസ്റ്റ് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് ഓഫ് പൈ ടി ഇൻറ്റു ഡെൽ ഓഫ് ടി ഡി ടി. ഡെൽ ഓഫ് ടി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഡെൽ ഇമ്പൾസ് സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുക. ഇത് നോക്കുമ്പോഴത്തേക്ക് എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി ഡി ടി അല്ലെ? എന്തായിരിക്കും ആൻസർ വരുന്നത്? നമ്മൾ പ്രോപ്പർട്ടി നമ്പർ 4 അല്ലെ? ബൈ പ്രോപ്പർട്ടി 4 നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ബൈ പ്രോപ്പർട്ടി 4 എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും വരിക? ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡി ടി എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി ഡി ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എക്സ് ഓഫ് 0 അല്ലെ? ബൈ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോസ് ഓഫ് പൈ ഇൻറ്റു എക്സ് ഓഫ് ടി ഇതല്ലേ? ഇറ്റ് ഈസ് നത്തിങ്, ദിസ് ഈസ് എക്സ് ഓഫ് ടി അല്ലെ? എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി. അപ്പൊ എന്തായിരിക്കും? ബൈ പ്രോപ്പർട്ടി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? എക്സ് ഓഫ് 0 ആണ്. എക്സ് ടിക്ക് പോലെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക അല്ലെ? That is pi into 0. Cos 0 എത്ര ആയിരിക്കും വരിക? That is nothing but 1. Okay. Then next question. Integral from minus infinity to infinity sin pi t into del of 2t minus 3. നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഈ t എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ 2 എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നമ്മൾ മാറ്റിയിട്ട് t നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കി നിർത്തുക. ദാറ്റ് മീൻസ് എന്താ ചെയ്യുക? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 2 കോമൺ എടുക്കുക. ആൻസർ എങ്ങനെ ആയിരിക്കും വരുന്നത്? therefore integral from minus infinity to infinity sin pi t into അല്ലെ into del of 2 into 2 കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 2t minus 3/2 dt അല്ലെ? t minus 3/2 dt. നമ്മൾ നോക്കിയേ, നമുക്ക് ഇതെന്തായിരിക്കും? ഇത് പ്രോപ്പർട്ടി 8 അല്ലേ? ബൈ പ്രോപ്പർട്ടി 8 നോക്കിയേ. ബൈ പ്രോപ്പർട്ടി 8 നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഡെൽ ഓഫ് 80 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് ഡെൽ ഓഫ് 80 ഈസ് ഈക്വൽ ടു 1 ബൈ എ ഇൻറ്റു ഡെൽ ഓഫ് ടി അല്ലെ? 1 ബൈ എ ഇൻറ്റു ഡെൽ ഓഫ് ടി. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് 2 ആണ് അല്ലെ? therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore integral from minus infinity to infinity sin pi t into del of a എന്ന് പറയുമ്പോഴത്തേക്ക് 1 by a, that is 1 by 2 into del of t അല്ലെ? del of t minus 3/2 dt. del of t minus 3/2 dt അല്ലെ? അടുത്തതായിരിക്കും അപ്പം x of t into del of t minus t naught അല്ലെ? del of t minus t naught by property number 5 അല്ലെ? again we should apply property number 5 by property 5 വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? എങ്ങനെ ആയിരിക്കും വരിക? that is equal to 1/2 നമുക്ക് കോമൺ എടുക്കാം. 1/2 integral from minus infinity to infinity x of t into del of t minus t naught into dt. എന്തായിരിക്കും വരിക? പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് എന്തായിരിക്കും വരിക? x of t naught വരും അല്ലെ? therefore that is equal to 1/2 into sin of pi അല്ലെ? pi into t naught എത്ര? 3/2 അല്ലെ? pi into 3/2 ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് എത്ര കിട്ടും? sin 3/2 എന്ന് കിട്ടും. that is nothing but minus 1/2 ചെയ്ത് നോക്കുക. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ പഠിക്കുക. വളരെ ഈ ഇമ്പൾസിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഓരോ സിഗ്നൽസിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു 1-2 പ്രോബ്ലംസ് ഞാൻ ഇട്ട് തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കുക കേട്ടോ. പ്രോബ്ലംസ് ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ പൈ ടി ഇൻറ്റു del of minus 2 plus 3 minus 2t plus 3 dt. ഇതിന് ആൻസർ കിട്ടുന്നത് minus 1/2 ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. വർക്ക്ഔട്ട്
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്, നോക്കുക. ഇന്റഗ്രൽ ഫ്രം -∞ to 2. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്റഗ്രൽ ഫ്രം -∞ to 2 cos pi t into del of t minus 3 dt. എന്തായിരിക്കും? t minus 3 dt അല്ലെ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ നോക്കിയേ, t minus 3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മൾ പഠിച്ചു del of t minus 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? del of t minus 3 അല്ലെ, ഡോക്യുമെന്റ് അല്ലെ, ഡോക്യുമെന്റ് del of t minus this impulse is not equal to 0 when augment t minus 3 is equal to 0. that is t is equal to 3 ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഇമ്പൾസിന് വാല്യൂ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ നമ്മൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് -∞ മുതൽ 2 വരെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇമ്പൾസിന് വാല്യൂ വരുന്ന എവിടെ ആയിരിക്കും? t is equal to 3 ആവുന്ന സമയത്ത്. therefore നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും the limit is excluding the impulse, therefore the answer is 0. the limit is excluding the impulse അല്ലെ, limit is excluding impulse. കാര്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1-2 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. കാര്യം ഈ ലിമിറ്റ് നോക്കിയാൽ മതി. കാര്യം എന്തായിരിക്കും? നമുക്ക് ഇമ്പൾസിന് വാല്യൂ വരണമെങ്കിൽ എന്തായിരിക്കും? t is equal to 3 ആവണം. പക്ഷേ ലിമിറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്? -∞ to 2 വരെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഇമ്പൾസ് എന്തല്ല, ഇമ്പൾസ് ആക്റ്റീവ് അല്ല. therefore എന്തായിരിക്കും? ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് the limit is excluding the impulse അല്ലെ. therefore the given integral limits impulse is നോട്ട് ഇൻക്ലൂഡഡ് അല്ലെ. ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിനകത്ത് എന്തില്ല? നമ്മൾ ഇമ്പൾസ് ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ഇമ്പൾസ് ഇൻക്ലൂഡ് ആവുന്ന എപ്പോഴായിരിക്കും? when augmented t minus 3 എന്ന് പറയുന്ന ഓഗ്മെന്റ് ഈസ് ഈക്വൽ ടു 0. അതാവുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് del of t minus 3 നോട്ട് ഈക്വൽ ടു 0 ആവുന്നത്, അല്ലെങ്കിൽ del of t minus 3 ഒരു വാല്യൂ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം t is equal to 3 ആവുന്ന കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഈ del of t minus 3 ഒരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ തന്നിരിക്കുന്ന ലിമിറ്റ് എത്ര? -∞ മുതൽ 2 വരെയാണ്. അപ്പം എന്തായാലും നമ്മളുടെ ഇമ്പൾസിന്റെ വാല്യൂ എന്തില്ല? നമ്മളുടെ ലിമിറ്റിൽ കവർ ആവുന്നില്ല. therefore answer is nothing but 0. okay. അടുത്ത സിഗ്നൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ പറ്റിയിട്ടാണ്. ഓർത്ത് വയ്ക്കുക, എന്തായിരിക്കും റെപ്രസെന്റേഷൻ? u of t is equal to 1 when t greater than or equal to 0. അപ്പം u of t ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. എപ്പോഴായിരിക്കും? t യുടെ വാല്യൂ greater than or equal to 0 ആണെങ്കിൽ അതിന് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും when t less than 0. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയ നമ്മൾ ഇമ്പൾസ് സിഗ്നൽ പഠിച്ച കണക്ക് തന്നെ സ്റ്റെപ്പ് സിഗ്നലിന്റെ തന്നെ u of t minus 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore u of t minus 2 അല്ലെ, u of t minus 2 is equal to 1 അല്ലെ. u of t minus 2 is equal to 1 എപ്പോഴായിരിക്കും? when t minus 2 when augment it is greater than or equal to 0 അല്ലെ. t minus 2 greater than or equal to 0 അല്ലെങ്കിൽ എന്തായിരിക്കും? t is equal to t greater than or equal to 2 നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് സിഗ്നൽ വരുന്നത്? therefore എന്തായിരിക്കും? ഇത് 0 ആണ്, ഇത് 1 ആണ്, എന്തായിരിക്കും? ഇത് 2 ആണെങ്കിൽ, ഇത് -1, ഇത് -2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും the signal u of t minus 2 എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? when t greater than or equal to 2. it is u of t minus 2. that means എന്തായിരിക്കും? ഈ സിഗ്നൽ t minus 2 എന്ന് പറയുന്ന സിഗ്നൽ എങ്ങോട്ടാ ഷിഫ്റ്റ് ആവുന്നത്? ഇറ്റ് ഈസ് ഷിഫ്റ്റ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒറിജിൻ അല്ലെ. it is shifted to the right side of the origin. t minus 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ t മൈനസ് വരുന്ന എല്ലാം എന്തായിരിക്കും? റൈറ്റ് സൈഡിലായിട്ട് വരും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. അടുത്തതായിരിക്കും u of t plus 2. നമുക്ക് എങ്ങനെ ആയിരിക്കും വരിക? u of t plus 2 we can represent u of t plus 2 എന്തായിരിക്കും? is equal to 1 when augment to t plus 2 greater than or equal to 0 അല്ലെങ്കിൽ എന്തായിരിക്കും? t greater than or equal to എന്തായിരിക്കും? -2 അല്ലെ. t greater than or equal to -2. അപ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? t plus 2 greater than or equal to 0 അല്ലെങ്കിൽ എന്തായിരിക്കും? t is equal to -2 എന്നുള്ള രീതി വരിക അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ സിഗ്നൽ വരുന്നത്? സോ 0, ഇത് 1, ഇത് 2, ഇത് -1, ഇതെന്തായിരിക്കും? ഇത് -2. ഇവിടെ നിന്നായിരിക്കും നമ്മളുടെ u of t plus 2 നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കാര്യം. അപ്പം എന്തായിരിക്കും ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? t plus 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഒറിജിൻ അല്ലേ. ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ് സൈഡ് ഓഫ് ഒറിജിൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? t minus 2 പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് സൈഡ്. ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. കാര്യം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലെ ഫുൾ പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് നോട്ട്സ് എഴുതി വെച്ച ശേഷം ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. u of t minus 2 പറയുമ്പോഴത്തേക്ക് അത് എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? u of t plus 2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു എന്തായിരിക്കും ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് x of t ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് x of t is equal to e raised to at. ഞാൻ പറയാണ് x of t is equal to e raised to at ആണെങ്കിൽ
ET when A greater than or equal to greater than 0. അപ്പോൾ നമുക്ക് x of t എന്ന് പറയുന്ന e raised to at എന്തായിരിക്കും ഈ e of t at നമുക്ക് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നമ്മളൊരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണല്ലേ. എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ എക്സ്പോണൻഷ്യൽ സിഗ്നൽ വരുന്നത് അല്ലേ. എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഞാൻ രണ്ട് പാർട്ടിൽ ഞാൻ വരച്ചിട്ടുണ്ട്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് എക്സ്പോണൻഷ്യൽ സിഗ്നൽ. അപ്പം ഈ x of t is equal to e raised to at ആണെങ്കിൽ ഞാൻ അതിനെ x of t into u of t നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് ഈ എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ e raised to at എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ ഞാൻ u of t എന്ന് പറയുന്ന സ്റ്റെപ്പ് സിഗ്നൽ ആയിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് ഇതല്ല e raised to at എന്ന് പറയുന്നത്. e raised to at എന്ന് പറയുന്നതാണ് into when I am going to multiply with സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നെഗറ്റീവ് ഇവിടെ എന്തായിരിക്കും? ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. എന്തായിരിക്കും? നെഗറ്റീവ് ഇവിടെ 0 ആകുമ്പോഴത്തേക്ക് എന്താ? ഇത് 0, ഇത് രണ്ടും 0 ആവും. ഇവിടെ സിഗ്നൽ തമ്മിൽ വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് എന്ത് പറയാൻ പറ്റും? x of at e raised to at into x u of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? the signal is having which side response? right hand side response. ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് സൈഡ് റെസ്പോൺസ്. കാര്യം ഓർത്ത് വെച്ചാൽ മതി. എന്തായിരിക്കും? u of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? t greater than or equal to 0 ആവുന്ന സമയത്ത് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പൊ എന്താ ഇവിടുത്തെ റൈറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റും ഇവിടുത്തെ ഫസ്റ്റ് ക്വാഡ്രന്റ് തമ്മിൽ എന്തായിരിക്കും? രണ്ട് സിഗ്നൽ ഉണ്ടാകുന്ന എന്തായും ആഡ് ആവും. ഇവിടുത്തെ എന്തായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇവിടെ e raised to at ക്ക് വാല്യൂ ഉണ്ട്, u of t ക്ക് വാല്യൂ ഇല്ല. അപ്പൊ എന്തായിരിക്കും? 0 ആയി പോകും. therefore the signal is having എന്തായിരിക്കും? റൈറ്റ് സൈഡ് റെസ്പോൺസ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് അത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും ഒന്ന് രണ്ട് ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. x of t ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഒബ്സർവേഷനിലേക്ക് പോവാം. x of t is equal to ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് ഒരു സ്റ്റെപ്പ് സിഗ്നലിനെ. ഇത് 0, ഇത് 1, ഇത് 2. ഓക്കെ, ഇറ്റ് ഈസ് 1, ഇറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു സ്റ്റെപ്പ് സിഗ്നൽ ആയിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെ ആയിരിക്കും? ഇതാണ് 1 കേട്ടോ. സോറി, പ്രശ്നം നല്ലപോലെ പറയാം. x of t is equal to 0, ഇത് 1, ഇത് 2, ഇത് 1, ഇത് 2. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് സിഗ്നൽ ആണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ ആയിരിക്കും? ഇത് t is equal to 0. അപ്പം നമ്മൾ സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് ടി ഉണ്ടല്ലേ. t is equal to 0 വാല്യൂ ഉണ്ട്, t is equal to 1 നമുക്ക് വാല്യൂ ഉണ്ട്, t is equal to 2 നമുക്ക് വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് t is equal to 0 വാല്യൂ ഉണ്ട്, t is equal to 1 നമുക്ക് വാല്യൂ ഉണ്ട്, t is equal to 2 നമുക്ക് വാല്യൂ ഉണ്ട്. t is equal to 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? u of t അല്ലെ. t is equal to 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമുക്ക് ശ്രദ്ധിക്കണം, ഈ സിഗ്നൽ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അല്ലെ. +1 വാല്യൂ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? u of നമ്മൾ മുന്നേ പഠിച്ച എന്തായിരിക്കും? u of റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? u of t മൈനസ് അല്ലെ, t മൈനസ് 1 അല്ലെ. ഇവിടെ എന്തായിരിക്കും വരിക? വീണ്ടും ഇതേണൊക്കെ ഇവിടെ നോക്കിയേ, ഇവിടെയും t is equal to 2 നമുക്ക് വാല്യൂ. അപ്പോഴത്തേക്ക് സ്റ്റെപ്പ് സിഗ്നൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? u of t മൈനസ് 2. കാര്യം എന്തായിരിക്കും? ബിക്കോസ് ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? t മൈനസ് t നോട്ട് ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. ഇപ്പം t is equal to 0 നമ്മൾ u of t ആണ്, t is equal to 1 u of t minus 2 ആണ്, t is equal to 2 നമുക്ക് എന്താ? u of t minus 2 നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് കൊടുക്കണം. നമുക്ക് എങ്ങനെ ആയിരിക്കും നോക്കുക? കോഎഫിഷ്യന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് നോക്കുക. സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ. ഇവിടെ നോക്കിയേ, t is equal to 0 ആയിരുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എത്ര ആയിരുന്നു? ഇവിടെ 0 ആയിരുന്നു അല്ലെ. 0 ആയിരുന്നു. 0 ആയിരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? 0 ചാടി 1 പോയി അല്ലെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇനിഷ്യൽ വാല്യൂ എത്ര? ഫൈനൽ വാല്യൂ എത്ര? 1 മൈനസ് 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് 1 മൈനസ് 0 is equal to 1 വരും അല്ലെ. 1 വരും. അടുത്ത് നോക്കിയേ, t is equal to 1 നോക്കിയേ. t is equal to 1 നോക്കുമ്പോഴത്തേക്ക് എന്താ? ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിന് എത്ര എങ്ങനെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്? 1 നേരെ ചാടി 2 പോയി. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫൈനൽ വാല്യൂ 2 മൈനസ് 1 ദാറ്റ് ഈസ് എത്ര കിട്ടും? 2 കിട്ടും അല്ലെ. 2 മൈനസ് 1 എത്ര? 1 കിട്ടും അല്ലെ. 1 കിട്ടും. അടുത്ത എത്ര ആയിരിക്കും വരിക? ഈ 2 എന്ന് വരുന്ന
ടി ഈസ് ഈക്വൽ 2 നോക്കിയേ, 2 നോക്കുമ്പോഴത്തേക്ക് 2-ൽ നിന്ന് നമുക്ക് എങ്ങനെയായി, 2-ൽ നിന്ന് ചാടിയിട്ട് ഇവിടെ വന്ന് 0-ൽ വന്നിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. therefore എത്ര ആയിരിക്കും ഫൈനൽ, എത്ര ആയിരിക്കും ഫൈനൽ നേരെ ആംപ്ലിറ്റ്യൂഡ് ആണ്. 2 എന്ന് പറയുന്ന വാല്യൂടാണ് സിഗ്നൽ, ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെ 0 ആയി അല്ലെ. 0 മൈനസ് എന്തായിരിക്കും ഇനിഷ്യൽ വാല്യൂ അല്ലെ, സോറി ഫൈനൽ വാല്യൂ, ഇതായിരിക്കും ഫൈനൽ എന്ന് പറയുന്നത്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ 0 മൈനസ് 2 എത്ര കിട്ടും നമുക്ക്, എത്ര കിട്ടും, that is equal to nothing but -2. therefore step signal can be represented as എങ്ങനെ ആയിരിക്കും, കോഎഫിഷ്യന്റ് നോക്കുക u of t അല്ലെ +1 അല്ലേ, +1 into u of t minus 1, ഇവിടെ എന്തായിരിക്കും -2 അല്ലേ, -2 into u of t minus 2. this is the step signal representation of this സിഗ്നൽ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് അതേ കണക്ക് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എങ്ങനെ ആയിരിക്കും, x of t is equal to, ഫോർ എക്സാമ്പിൾ x of t is equal to, ഞാൻ സ്റ്റെപ്പ് സിഗ്നൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. it is 1, it is 2, 3. അങ്ങനെയാണെങ്കിൽ 1, 2. ഓക്കെ, 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ സ്റ്റെപ്പ് സിഗ്നൽ ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ഫോർ സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ അറ്റ് t is equal to 0 അല്ലെ, t is equal to 0 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, t is equal to 0 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഇവിടെ വാല്യൂ സിഗ്നൽ ഇല്ല അല്ലെ. അടുത്തായിരിക്കും ആ t is equal to 1, t is equal to 1 നോക്കുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, t is equal to 1 നോക്കുമ്പോഴത്തേക്ക് u of t is equal to 1 നമുക്ക് എന്തുണ്ട്, സിഗ്നൽ ഉണ്ട് അല്ലെ, u of t minus 1. കാര്യം എന്താ, റൈറ്റ് സൈഡിലല്ലേ, അവിടെ t minus 1. t is equal to 2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, u of t minus 2. t is equal to 3 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, u of t minus 3. ഇനി എന്താ വേണ്ടത് നമുക്ക്, ഇനി എന്താ സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് നോക്കണം അല്ലെ. സഡൻ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, t is equal to 1 ആയപ്പോഴത്തേക്ക് എത്ര ആയിരിക്കും, t is equal to 1 ആയപ്പോഴത്തേക്ക് നമ്മളെ സിഗ്നൽ എത്ര, സിഗ്നൽ എങ്ങനെ പോയി 1-ലേക്ക് വന്നു അല്ലെ. therefore ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ എത്ര ആയിരിക്കും, 1 വന്നു അല്ലെ. 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് 1-ൽ എത്ര ആയിരിക്കും, ഫൈനൽ കിടക്കുന്നത് 1 ആണ്, ഇനിഷ്യൽ എത്ര ആയിരിക്കും, ഇനിഷ്യൽ 0 ആണ് അല്ലെ. therefore 1 മൈനസ് 0 1. t is equal to -2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, t is equal to 2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, 2 നോക്കിയേ, 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും ഫൈനൽ വാല്യൂ 2 അല്ലെ. therefore 2 മൈനസ് 1 ദാറ്റ് ഈസ് എത്ര കിട്ടും, 2 മൈനസ് 1 1 കിട്ടി. അടുത്തായിരിക്കും u of t minus 3 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, ഇനിഷ്യൽ വാല്യൂ സോറി ഫൈനൽ വാല്യൂ എത്ര, ഫൈനൽ വാല്യൂ 2 സോറി ഇനിഷ്യൽ വാല്യൂ 2 അല്ലെ, ഇവിടെ എത്ര ആയിരിക്കും വരിക 0. therefore എത്ര ആയിരിക്കും ഫൈനൽ വാല്യൂ, ഈ കാര്യം 2 എന്ന് പറയുന്ന സിഗ്നൽ നേരെ 0-ലായി അല്ലെ. അപ്പൊ അതായിരിക്കും ഫൈനൽ വാല്യൂ 0 മൈനസ് 2 ദാറ്റ് ഈസ് എത്ര വരും നമുക്ക്, -2 വരും അല്ലെ. therefore എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, therefore the signal can be represented as എങ്ങനെ ആയിരിക്കും, 1 into u of t minus 1 അല്ലെ, u of t minus 1 അല്ലെ, പ്ലസ് u of t minus 2 minus 2 into u of t minus 3. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഈ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഇതിനകത്ത് നമുക്ക് നോക്കിയേ, തന്നിരിക്കുന്ന സാധാരണ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന കുറെ സിഗ്നൽസ് തന്നിട്ട് അതിനകത്ത് സ്റ്റെപ്പ് സിഗ്നൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ 2 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് പ്രോബ്ലം u of t plus u of t minus 2 2 സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്തല്ലേ. അപ്പൊ നമ്മൾ നോക്കിയേ, ഇതിന്റെ കോഎഫിഷ്യന്റ് സം ഓഫ് കോഎഫിഷ്യന്റ് എത്ര ആയിരിക്കും വരിക, ഇവിടെ u of t യുടെ കോഎഫിഷ്യന്റ് 1, ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1, ഇവിടെ ആയിരിക്കും -1, 1 + 1 2, 2 - 2 എത്ര ആയിരിക്കും വരിക 0 അല്ലെ. ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ പ്രോബ്ലം നോക്കിയേ, ഇത് u of t minus 2 ന്റെ 1, u of t minus 2 ന്റെ 1, ഇവിടെ എന്തായിരിക്കും -2, 1 + 1 2, 2 - 2 0. therefore one important observation എന്തായിരിക്കും, any finite time durated signal represented by a step signal എന്തായിരിക്കും, sum of all coefficients are എന്തായിരിക്കും 0. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇത് സം ഓഫ് കോഎഫിഷ്യന്റ് ഈസ് 0, then given signal is a finite time durated signal in a step signal representation എന്ന് പറയാം. തന്നിരിക്കുന്ന സിഗ്നൽസിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റെപ്പ് സിഗ്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത് നോക്കുക, 0 വരികയാണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് എ സ്റ്റെപ്പ് സിഗ്നൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വളരെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടുള്ള ഒരു പോയിന്റ് ആണ്. എങ്ങനെ ആയിരിക്കും, എനി ഫൈനൈറ്റ് ടൈം ഡ്യൂറേറ്റഡ് സിഗ്നൽ
any finite time durated signal represented by a step signal ഇങ്ങാണ് എന്തായിരിക്കും സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ആർ സം ഓഫ് ആൾ കോഎഫിഷ്യൻസ് ആർ എത്രയായിരിക്കും 0. ഫസ്റ്റ് ഒബ്സർവേഷൻ. ഓർ ഈ പറഞ്ഞത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? if the sum of coefficient is 0, if the sum of coefficient is 0, then the given signal is a step signal, alle? The given signal is a finite time durated step signal, alle? The finite time durated step signal representation. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. കാര്യം തന്നിരിക്കുന്ന സിഗ്നൽസിനകത്ത് കുറെ സിഗ്നൽ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ സ്റ്റെപ്പ് സിഗ്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കോഎഫിഷ്യൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 0 ആണെങ്കിൽ എന്തായിരിക്കും? അത് സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റേഷൻ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ പാർട്ട് 1 നമ്മൾ ഫിനിഷ് ചെയ്യാണ്. പാർട്ട് 2 നമുക്ക് റാമ്പ് സിഗ്നൽസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay, thank you.